So hey guys, ഇന്ന് നമ്മൾ വേവ് ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് പഠിക്കാൻ പോവാണ് കോൾഡ് ആസ് ഡോപ്ലർ എഫക്റ്റ്. ഓക്കെ, ഡോപ്ലർ എഫക്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഡോപ്ലർ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ പഠിച്ചിട്ടുണ്ടാവും, ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു ലിസണർ ഉണ്ടാവും. അപ്പോൾ സോഴ്സ് ലിസണർ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടോയെന്നുണ്ടെങ്കിൽ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ച്വൽ ഫ്രീക്വൻസിയും ലിസണർ കേൾക്കുന്ന ഉള്ള ഫ്രീക്വൻസി തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലേ. ലിസണർ കേൾക്കുന്ന ഫ്രീക്വൻസി ആക്ച്വലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കും, സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ച്വൽ ഫ്രീക്വൻസി ആയിരിക്കില്ല ലിസണർ കേൾക്കുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ബിക്കോസ് റിലേറ്റീവ് മോഷൻ ആണല്ലോ, സോഴ്സും ലിസണർ തമ്മിൽ എന്തുണ്ടാവും, ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കേൾക്കുന്ന ആൾക്കും ആക്ച്വൽ ഫ്രീക്വൻസി ആയിരിക്കില്ല കേൾക്കുന്നത്, ഒരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. ആ ഫിനോമിനന് പറയുന്ന പേരാണ് എന്ത്, ഡോപ്ലർ എഫക്റ്റ് അല്ലേ. അപ്പോൾ ഡോപ്ലർ എഫക്റ്റിൽ നിന്ന് എല്ലാ വർഷവും നീറ്റിനും ജെയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഏതാ, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് അല്ലേ. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇക്വേഷനകത്ത് നമ്മൾ വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ഉൾപ്പെടെ വേണം വാല്യൂ പുട്ട് ചെയ്യാൻ. ഓക്കെ, ചില സമയത്ത് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, ചില സമയത്ത് വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് സർ വെലോസിറ്റി പോസിറ്റീവ് വരിക, എപ്പോഴാണ് നെഗറ്റീവ് വരിക എന്ന് പലർക്ക് ഡൗട്ടാണ്. സോ ആ സാധനമാണ് നമ്മളിത് റിവൈസ് ചെയ്യാൻ പോകുന്നത്. കാര്യം മനസ്സിലായാലോ. സോ ഡോപ്ലർ എഫക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം, പിന്നെ ഈ സൈൻ കൺവെൻഷൻ എപ്പോഴാണ് പോസിറ്റീവ് എപ്പോഴാണ് നെഗറ്റീവ്, അതാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഡോപ്ലർ എഫക്റ്റ്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റിന്റെ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്, അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദി ലിസണർ. ചില കേസസിന് മീഡിയം കൂടി മൂവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ സാധാരണ നമ്മുടെ മീഡിയം എയർ ആണ്, അങ്ങനെയാണെങ്കിൽ എയറിന് എന്തുണ്ടാവില്ല, വെലോസിറ്റി ഉണ്ടാവില്ല. നമ്മൾ വെലോസിറ്റി അല്ല, മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ സോഴ്സ് ലിസണറിന്റെ റിലേറ്റീവ് മോഷൻ കാരണം ഡോപ്ലർ എഫക്റ്റ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതെ, ഇവിടെ എഫ് ഡാഷും ഉണ്ട്, എഫ് ഉണ്ട്. എഫ് എന്ന് വെച്ചാൽ എന്താ, എഫ് എന്ന് പറയുന്നത് ഒറിജിനൽ ഫ്രീക്വൻസിയാണ്, ശരിക്കും സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് എഫ് എന്ന് പറയുന്നത്. എന്നാൽ ലിസണർ കേൾക്കുന്ന ഫ്രീക്വൻസി വേറെ ഫ്രീക്വൻസി ആയിരിക്കുമല്ലോ, അതാണ് എന്ത്, എഫ് ഡാഷ് അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ആയിരിക്കും എപ്പോഴും ചോദിക്കുക. അപ്പോൾ എഫ് ഡാഷിന്റെ ഇക്വേഷൻ എന്താ, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിസണർ ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ്. ക്ലിയർ അല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 2 ഡയമെൻഷൻ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് വെച്ചാൽ എന്താ, വി എ മൈനസ് വി ബി അല്ലേ എന്ന് പറയുന്ന പോലെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിസണർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, സൗണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ലിസണർ ആയിരിക്കും. എ മൈനസ് ബി എന്ന് പറയുന്ന പോലെ തന്നെ. അതേപോലെ താഴെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, വെലോസിറ്റി ഓഫ് സൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് സോഴ്സ് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനൊക്കെ തന്നെയാണ്, പുതിയ ഇക്വേഷൻ ഒന്നുമല്ല. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എന്താ പറയുന്നത്, വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ക്ലിയർ ആണല്ലോ. ഇതല്ലേ നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അതിൽ എഫ് ഡാഷ് എന്താ, എഫ് ഡാഷ് എന്ന് പറയുന്നത് ലിസണർ ആക്ച്വലി കേൾക്കുന്ന ഫ്രീക്വൻസി എന്നാൽ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഒറിജിനൽ ഫ്രീക്വൻസി ആണ് എന്ത്, എഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ വി എൽ കണ്ടോ, ഈ വി എൽ വി എസ് കണ്ടോ, ഈ വി എൽ വി എസ് നമ്മൾ സൈൻ ഉൾപ്പെടെ വേണം ആഡ് ചെയ്യാൻ. ചില കേസസിൽ അത് പോസിറ്റീവ് ആയിരിക്കും, ചില കേസസിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ പോസിറ്റീവ് എപ്പോഴാണ് നെഗറ്റീവ് എന്ന് എങ്ങനെ മനസ്സിലാക്കും, അത് നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇത് നമ്മൾ എപ്പോഴും സൗണ്ടിൻ്റെ ഡയറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മൾ സോഴ്സ് എന്നിരിക്കട്ടെ. ഫസ്റ്റ് കേസിൽ ഇതാണ് നമ്മുടെ സോഴ്സ്, പിന്നെ കേൾക്കുന്ന ലിസണർ, ഇതാണ് നമ്മൾ ലിസണർ എന്നിരിക്കട്ടെ. ഓക്കെ, ഇനി സോഴ്സും ലിസണറും രണ്ടും ഒരേ ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ, രണ്ടും കൂടി റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് വെലോസിറ്റി ഏതാ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് അതറിയാനായിട്ട് നമ്മൾ സൗണ്ടിൻ്റെ ഡയറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. എന്താ പറഞ്ഞത്, നമ്മൾ സൈൻ അറിയാനായിട്ട് സൗണ്ടിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സൗണ്ടിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും, സൗണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സോഴ്സിൽ ലിസണറിലേക്കായിരിക്കില്ലേ. സൗണ്ട് എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്ന് ഉണ്ടായി അത് ലിസണറിലേക്കാണ് പോകുന്നത്. അപ്പോൾ സൗണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, സോഴ്സിൽ നിന്ന് ലിസണറിലേക്കായിരിക്കും. അപ്പോൾ സൗണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും അങ്ങോട്ടാണ്, സോഴ്സിൽ നിന്ന് ലിസണറിലേക്കാണ്. അപ്പോൾ ഇതാണ് സൗണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഇതാണ് സൗണ്ടിൻ്റെ ഡയറക്ഷൻ. അത് നമ്മൾക്ക് വി ആയിട്ട് അങ്ങ് എടുക്കാം. വി എന്താണ്, വി എന്ന് പറയുന്നത് സൗണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് നമ്മൾ വി ആയിട്ട് എടുക്കുന്നത്, അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് സോഴ്സിൽ നിന്ന് ലിസണറിലേക്ക്. അപ്പോൾ ഇതിന് നമ്മൾ എന്തായിട്ട് എടുക്കണം, ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ. സൗണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. ഇനി ഇതെന്താണ്, ഇതേത് വെലോസിറ്റി, ഇത് ലിസണറിൻ്റെ വെലോസിറ്റി അല്ലേ, അത് വി എൽ ആണെന്നിരിക്കട്ടെ. ക്ലിയർ അല്ലേ. സോഴ്സിൻ്റെ വെലോസിറ്റി വി എസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ സോഴ്സിൻ്റെ നമ്മൾ സൗണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി എൽ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കുമോ. അപ്പോൾ നോക്കുമ്പോൾ അതെ, സൗണ്ടും റൈറ്റ് സൈഡിലേക്കാണ്,
ലിസ്ണറും റൈറ്റ് സൈഡിലേക്ക് തന്നെ. അപ്പോൾ രണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ, അപ്പോൾ സൗണ്ട് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിസ്ണറും പോസിറ്റീവ് ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ. ഇനി അതേപോലെ തന്നെ സോഴ്സിൻ്റെ സൗണ്ട് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സോഴ്സിൻ്റെ ഡയറക്ഷൻ സെയിം തന്നെ അല്ലേ, സൗണ്ടിൻ്റെ അതേ ഡയറക്ഷനാണ് കേട്ടോ. സൗണ്ടും റൈറ്റിലേക്ക്, സോഴ്സും റൈറ്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ സോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സോഴ്സിൻ്റെയും വെലോസിറ്റി പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ കേസിൽ രണ്ടും പോസിറ്റീവ് വരും. അങ്ങനെയാണ് ഇക്വേഷൻ എന്താ വരുന്നത്? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ്, ചുമ്മാ പുട്ട് ചെയ്താൽ മതി, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ചുമ്മാ വാല്യൂ പുട്ട് ചെയ്യുക. അപ്പോൾ വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് തന്നെ വരും. ക്ലിയർ അല്ലേ? അതായത് ഈ നെഗറ്റീവ് അല്ല, ഈ നെഗറ്റീവ് അല്ലാതെ ഒരു നെഗറ്റീവ് വരും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ നെഗറ്റീവ് ഒന്നുമില്ല, എല്ലാം പോസിറ്റീവാണ്. ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഴ്സിൻ്റെ ഡയറക്ഷൻ അത് തന്നെയാണെന്നിരിക്കട്ടെ. സോഴ്സ് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. എന്നാൽ ലിസ്ണർ ഇപ്പോൾ ഡയറക്ഷൻ മാറി. ലിസ്ണർ ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക, ലെഫ്റ്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ആയ നെഗറ്റീവ് ഏതാ? നമുക്ക് സോഴ്സിൻ്റെ വെലോസിറ്റി വി എസ് ആയിട്ട് എടുക്കാം, ലിസ്ണറിൻ്റെ വെലോസിറ്റി വി എൽ ആയിട്ട് എടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ പോസിറ്റീവ് ഏതാ, നെഗറ്റീവ് ഏതാ? ആദ്യം എന്താ വേണ്ടത്? സൗണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സോഴ്സിൽ നിന്ന് ലിസ്ണറിലേക്കാണ് സൗണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് സൗണ്ടിൻ്റെ ഡയറക്ഷൻ. അതെന്തായിട്ട് എടുക്കേണ്ട? പോസിറ്റീവായിട്ട് എടുക്കണം. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേ ലിസ്ണർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, സൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. സൗണ്ട് ഇങ്ങോട്ടേക്ക്, എന്നാൽ ലിസ്ണർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ലിസ്ണർ എന്തായിരിക്കും? ലിസ്ണർ നെഗറ്റീവായിട്ട് വേണം പുട്ട് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ. ഇനി സോഴ്സ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷൻ അല്ലേ, സൗണ്ടിൻ്റെ അതേ ഡയറക്ഷനാണ് സോഴ്സിൻ്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ അതെന്ത് വരും? അത് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ലിസ്ണർ നെഗറ്റീവ് ആണ്, എന്നാൽ സോഴ്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും നോക്കി? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ്, ഇവിടെ വി എൽ നെഗറ്റീവ് കണ്ടോ, വി എൽ നെഗറ്റീവ് ആണ്. അപ്പം വി എൽ അല്ല മൈനസ് വി എൽ ആവാറുണ്ട് കേട്ടോ. അപ്പം മൈനസ് ഓഫ് മൈനസ് വി എൽ എന്ന് വരും. കത്തിയല്ലോ, മൈനസ് ഓഫ് മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഇവിടെ പോസിറ്റീവ് തന്നെയാണ്, അപ്പോൾ വി എസ് തന്നെ പുട്ട് ചെയ്താൽ മതി. കാര്യം മനസ്സിലായാലോ? പിന്നെ നോക്കി ഈ നെഗറ്റീവ് എന്തായി പോകും? നെഗറ്റീവ് എങ്കിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ അത് പോസിറ്റീവ് ആവും. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് എന്ന് വരും ഇക്വേഷൻ. കത്തിയല്ലോ? അപ്പോൾ കണ്ടോ വ്യത്യാസം കണ്ടോ? അപ്പോൾ ആക്ച്വലി എന്താ മാറിയത്? ആ ലിസ്ണറിൻ്റെ ഡയറക്ഷൻ മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ മാറിയപ്പോൾ ഇക്വേഷനും മാറി. ക്ലിയർ അല്ലേ? എന്താ ഒരു കച്ചി കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഴ്സും ലിസ്ണറും രണ്ടും ഡയറക്ഷൻ മാറിയെന്ന് വിചാരിക്കും. ഇപ്പോൾ സോഴ്സ് ഇങ്ങോട്ടേക്കാണ്, സോഴ്സ് ഇതേ ലെഫ്റ്റിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ലിസ്ണറും ലെഫ്റ്റിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ലിസ്ണർ രണ്ടും ഇപ്പം ലെഫ്റ്റിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സൗണ്ടിൻ്റെ ഡയറക്ഷൻ വേണ്ടേ? സൗണ്ടിൻ്റെ ഡയറക്ഷൻ ഏതാ? സൗണ്ട് എപ്പോഴും സോഴ്സിൽ നിന്ന് ലിസ്ണറിലേക്കായിരിക്കും. സൗണ്ട് എപ്പോഴും സോഴ്സിൽ നിന്ന് ലിസ്ണറിലേക്കാണ്. അപ്പോൾ സൗണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം അല്ലേ. സൗണ്ടിൻ്റെ വെലോസിറ്റി വി, അതിൻ്റെ ഡയറക്ഷന് പോസിറ്റീവ്. ഇതെന്തിൻ്റെ വെലോസിറ്റി? ലിസ്ണറിൻ്റെ വെലോസിറ്റി അല്ലേ. അതെന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ? ശരിയല്ലേ? സൗണ്ട് ഇങ്ങോട്ടേക്കല്ലേ, എന്നാൽ ലിസ്ണർ ലെഫ്റ്റിലേക്കാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇതെന്തായിട്ട് എടുക്കും? ഇത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അതേപോലെ ഇത് വി എസ്, ഇതും നെഗറ്റീവ് ആണല്ലോ. ഇത് നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും അതും ഓപ്പോസിറ്റ് ആണ്. സോഴ്സ് സൗണ്ട് ഇങ്ങോട്ടേക്ക്, സോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ രണ്ടും ഇവിടെ നെഗറ്റീവാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ എന്ന് വരും. ക്ലിയർ ആണല്ലോ? കാരണം ഇവിടെ വി എൽ എന്താ? വി എൽ നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി എസ് എന്തോ? വി എസും നെഗറ്റീവ് ആണ്. അപ്പോൾ വി മൈനസ് വി എസ് എന്ന് വരും. കാര്യം മനസ്സിലായല്ലോ? ഇവിടെ വി എല്ലും നെഗറ്റീവാണ്, വി എസും നെഗറ്റീവാണ്. ഇനി നെഗറ്റീവ് അങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്തോ വരും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി പ്ലസ് വി എസ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ സൈൻ കൺവെൻഷൻ നോക്കാൻ നേരത്ത് നമ്മൾ സൈൻ പുട്ട് ചെയ്യാൻ നേരത്ത് എപ്പോഴും സൗണ്ടിൻ്റെ ഡയറക്ഷൻ വേണം പോസിറ്റീവായിട്ട് എടുക്കാൻ. അത് എപ്പോഴും എങ്ങോട്ടായിരിക്കും? സോഴ്സിൽ നിന്ന് ലിസ്ണറിലേക്കായിരിക്കും സൗണ്ടിൻ്റെ ഡയറക്ഷൻ, അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതേ ഡയറക്ഷൻ വരുന്ന എല്ലാ വെലോസിറ്റി പോസിറ്റീവും, അതിന് ഓപ്പോസിറ്റ് വരുന്ന എല്ലാം നെഗറ്റീവ് ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, എനിക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Two cars are moving in opposite direction, approach each other with a speed of 22 meter per second and 16.5 meter per second respectively. The driver of the first car blows a horn having a frequency of 400 Hz. The frequency heard by the driver of the second car is. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? 2 cars ആണ് അല്ലേ. ഫസ്റ്റ് കാർ ഇതാന്നിരിക്കട്ടെ, ദിസ് ഇസ് ദ ഫസ്റ്റ് കാർ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് കാർ. First car and second car. Okay, car 1
കാർ 2. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുകയാണ് അല്ലേ, രണ്ടും കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് കാറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാ 22 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് കാറിൻ്റെ സ്പീഡ് എത്രയാ 16.5 മീറ്റർ പെർ സെക്കൻഡ്. എന്താ പറയുന്നത്, ഫസ്റ്റ് കാർ ഒരു ഹോൺ ബ്ലോ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയാ 400 ഹെർട്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കാറിൽ ഇരിക്കുന്ന ആൾ കേൾക്കുന്ന ഫ്രീക്വൻസി എത്ര ആയിരിക്കും? അപ്പോൾ സെയിം ക്വസ്റ്റൻ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി സോഴ്സ് ആരാ, ഫസ്റ്റ് കാറാണ് നമ്മുടെ സോഴ്സ് അല്ലേ. ഫസ്റ്റ് കാറാണ് ഹോൺ അടിക്കുന്നത്, അതിന് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 400. സെക്കൻഡ് കാറിൽ ഇരിക്കുന്ന ആൾ എത്ര ഫ്രീക്വൻസി കേൾക്കും? അപ്പോൾ സെക്കൻഡ് കാറാണ് നമ്മുടെ ലിസ്ണർ എന്ന് പറയുന്നത് അല്ലേ. ഡയറക്ഷനും തന്നിട്ടുണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ സെയിം തന്നെ ഇക്വേഷൻ നമുക്കറിയാം, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഇതിൽ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാണെന്ന് അറിയണ്ടേ? അപ്പോൾ സൗണ്ട് ഡയറക്ഷൻ ഇതാണ് നമ്മുടെ സൗണ്ട് ഡയറക്ഷൻ അല്ലേ. സൗണ്ട് എപ്പോഴും സോഴ്സ് ചെയ്യുന്ന ലിസ്ണറിലേക്ക്, അപ്പോൾ അത് പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ അല്ലേ. വി എപ്പോഴും പോസിറ്റീവായിട്ട് വേണം എടുക്കാൻ അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും, ഈ ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ലിസ്ണർ ഇങ്ങോട്ടേക്കല്ലേ, അപ്പോൾ ഡയറക്ഷൻ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ വാല്യൂ പുട്ട് ചെയ്താൽ മതി, പിന്നെ കഴിഞ്ഞു. എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എഫ് എത്രയാ, എഫ് ഇസ് 400 അല്ലേ, ഇപ്പോൾ 400 ആണ്. അപ്പോൾ ഫ്രീക്വൻസി, ആക്ച്വൽ ഫ്രീക്വൻസി 400 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്, അത് തന്നിട്ടുണ്ട് 340 അല്ലേ. അപ്പോൾ 340 മൈനസ് വി എൽ നോക്കിയാൽ, വി എൽ എത്ര, ഇതല്ലേ വി അല്ലേ, ലിസ്ണർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി 16.5 ആണ്, പക്ഷേ നെഗറ്റീവാണ്. അപ്പോൾ എന്ത് വരും, മൈനസ് 16.5 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഡിവൈഡഡ് ബൈ 340 മൈനസ് വി എസ് ഏതാ, വി എസ് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ എത്ര വരും, 22 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 400 ഇൻറ്റു ഇത് പ്ലസ് ആവത്തില്ലേ, അപ്പോൾ 340 പ്ലസ് 16.5 എത്ര കിട്ടും, 356.5 അല്ലേ, 40 16 56 അല്ലേ. അപ്പോൾ 356.5 ഡിവൈഡഡ് ബൈ 340 മൈനസ് 22 എത്രയാ, 18 അല്ലേ. അപ്പോൾ 318 എന്ന് വരും അല്ലേ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, അപ്രോക്സിമേറ്റ്ലി സോൾവ് ചെയ്യേണ്ട, എന്തായാലും 400 കൂടുതലായിരിക്കില്ലേ, 400 എന്തായാലും കൂടുതലായിരിക്കും. കാരണം ന്യൂമറേറ്ററിൽ 350 ആണല്ലേ, 356 താഴെ 318 ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എ എന്തായാലും വരത്തില്ല അല്ലേ, ഡിയും വരത്തില്ല. ഇനി 411 ആയിരിക്കും, 448 ആയിരിക്കുമോ നോക്കുമ്പോൾ ഇതൊരു അപ്രോക്സിമേറ്റ്ലി 360/320 അല്ലേ. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഏതാ വരുന്നത്, ഓപ്ഷൻ 448 വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്തെന്ന് മനസ്സിലായാലും ബാക്കി കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ മതി. കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല, ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓപ്ഷൻ ഏതാ. ഓപ്ഷൻ സി ആണ് ആൻസർ. കാരണം ഓപ്ഷൻ എയും ഡി എന്തായാലും വരത്തില്ല, 400 കൂടുതലാണ്. ഇനി ഓപ്ഷൻ ബി വരത്തില്ല, 411 അല്ല, അതിനേക്കാളും അല്പം കൂടും. കാരണം 360/320 വരുന്നത്. അപ്പോൾ 400 ഇൻറ്റു 360/320 എന്ന് പറയുമ്പോൾ ഒരു 450 അടുത്തേക്ക് പോയി. അപ്പോൾ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. കത്തിയല്ലോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം, ജസ്റ്റ് ആ സൈൻ മാത്രം അറിയണമെന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, a driver of a car traveling with a speed of 30 meter per second move towards a hill sounds a horn of frequency 600. If the velocity of the sound in air is 330 meter per second then the frequency of the reflected sound heard by the driver is. Okay, അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു കാർ അല്ലേ, കാറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാ, 30 മീറ്റർ പെർ സെക്കൻഡ്. ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് എ ഹിൽ അല്ലേ, ഒരു ഹില്ല്, ഇതാണ് നമ്മൾ ഈ ഹില്ല് നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഹില്ലിൻ്റെ അടുത്തേക്ക് കാർ അങ്ങ് മൂവ് ചെയ്യാണ് വിത്ത് സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഈ സൗണ്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 330. അപ്പോൾ ഈ സൗണ്ട് ആ ഹില്ലിൻ്റെ അവിടെ ചെന്ന് റിഫ്ലക്റ്റ് അടിച്ച് തിരിച്ച് വരുമ്പോൾ ഈ കാറിൽ തന്നെ ഇരിക്കുന്ന ആൾ കേൾക്കുന്ന ഫ്രീക്വൻസി എത്രയായിരിക്കും. അപ്പോൾ ഇത് റിഫ്ലക്ഷൻ്റെ കേസാണ്. റിഫ്ലക്ഷൻ അല്ലെങ്കിൽ എക്കോയുടെ ക്വസ്റ്റ്യൻ ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റിഫ്ലക്ഷൻ എക്കോ പോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രത്യേക മെത്തേഡുണ്ട്. നമ്മൾ സാധാ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്കോയോ റിഫ്ലക്ഷൻ പോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡുണ്ട്. എവിടെ റിഫ്ലക്ഷൻ അടിക്കുന്നതെന്ന് നോക്കണം. എന്നിട്ട് അവിടെ ഒരു ലിസ്ണർ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്താൽ മതി, ഒരു ഇമാജിനറി ലിസ്ണർ നമ്മൾ അസ്യൂം ചെയ്താൽ മതി. എന്തിനാ അങ്ങനെ അസ്യൂം ചെയ്യുന്നത്, കാരണം ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ സോഴ്സും ലിസ്ണറും ഒരാൾ തന്നെയാണ്.
അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. വെലോസിറ്റിൻ്റെ വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം ഇവിടെ സോഴ്സ് ആരാ? ഈ കാർ തന്നെയല്ലേ സോഴ്സ്. എന്നിട്ട് ലിസ്ണർ ആരാ? ലിസ്ണർ ഈ കാർ തന്നെയാണ്. കാരണം സൗണ്ട് കാർ പ്രൊഡ്യൂസ് ചെയ്തു, അത് ഹില്ലിൽ ചെന്ന് റിഫ്ലക്റ്റ് അടിച്ച് തിരിച്ച് ആ കാറിൽ തന്നെ വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ സോഴ്സും ലിസ്ണറും ഒരാൾ തന്നെയാണ്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഏറ്റവും ബെസ്റ്റ് എന്താ? റിഫ്ലക്ഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കണം. അതൊരു ഹില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലിഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗണ്ടറി, വല്ല വോളോ അങ്ങനെ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ബൗണ്ടറി ആയിരിക്കും. അപ്പം അവിടെ നമ്മളൊരു ഇമാജിനറി ലിസ്ണറിനെ അങ്ങ് അസ്യൂം ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലിഫിലല്ലേ റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പം ക്ലിഫിൽ നമ്മളൊരു സ്റ്റേഷനറി, എപ്പോഴും സ്റ്റേഷനറി വേണം കേട്ടോ. അപ്പോൾ സ്റ്റേഷനറി ഒരു ലിസ്ണറിനെ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. ഇതിനെ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? 0 ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ക്ലിഫാണ് നമ്മുടെ ലിസ്ണർ. അപ്പോൾ ക്ലിഫ് ഒരിക്കലും മൂവ് ചെയ്തില്ല. അപ്പോൾ ക്ലിഫിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ഒരു ലിസ്ണർ അങ്ങ് അസ്യൂം ചെയ്തു. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. കാര്യം മനസ്സിലായല്ലോ? ഇനി നമുക്കിത് 2 കേസായിട്ട് വേണം സോൾവ് ചെയ്യാൻ. ആദ്യമേ വെലോസിറ്റി അങ്ങോട്ടേക്ക് പോകുന്നത്, പിന്നെ റിഫ്ലക്ഷൻ അടിച്ച് വെലോസിറ്റി ഇങ്ങോട്ടേക്ക് വരുന്നത്, സൗണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ 2 കേസായിട്ട് വേണം സോൾവ് ചെയ്യാൻ. സൗണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്, പിന്നെ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് സൗണ്ട് തിരിച്ചു വരുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കേസിൽ സോഴ്സ് ആരാ? സോഴ്സ് കാറാണ്. ലിസ്ണർ ആരാ? നമ്മൾ ഇമാജിൻ ചെയ്ത ലിസ്ണറാണ്. അപ്പോൾ ഈ ലിസ്ണർ കേൾക്കുന്ന ഫ്രീക്വൻസി എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാമല്ലോ. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി എത്ര പ്രൊഡ്യൂസ് ചെയ്ത? ഫ്രീക്വൻസി 600 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 600 ഇൻറ്റു വെലോസിറ്റി സൗണ്ട് എത്രയാണ്? 330 അല്ലേ? അപ്പോൾ 330 മൈനസ് വി എൽ 0 ആയിട്ടല്ലേ എടുത്തത്? ലിസ്ണറിൻ്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ -0 ഡിവൈഡ് ബൈ 330 മൈനസ് സോഴ്സിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 30 മീറ്റർ/സെക്കൻഡ് അല്ലേ? അത് പോസിറ്റീവ് അല്ലേ? കാരണം സൗണ്ട് അങ്ങോട്ടേക്ക് അല്ലേ? അപ്പോൾ ഇതാണ് സൗണ്ടിൻ്റെ ഡയറക്ഷൻ. അത് പോസിറ്റീവായിട്ടാണ് എടുക്കാൻ. അപ്പോൾ 30 പോസിറ്റീവാണ്. അപ്പോൾ -30 തന്നെ വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 600 ഇൻറ്റു 330 ബൈ 300 എന്ന് വരും. ഓക്കെ, സോൾവ് ചെയ്യാൻ നിൽക്കേണ്ട, അതങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് ഫ്രീക്വൻസി? നമ്മുടെ ഇമാജിനറി ലിസ്ണർ കേൾക്കുന്ന ഫ്രീക്വൻസി. അപ്പോൾ ഈ ഇമാജിനറി ലിസ്ണർ കേൾക്കുന്ന ഫ്രീക്വൻസി എഫ് ഡാഷിലാണ് നമുക്ക് ഈ കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താ സംഭവം? ഇനി ഈ സൗണ്ട്, ഈ ഉണ്ടായ ഇവിടെ എത്തിയ സൗണ്ട് റിഫ്ലക്ഷൻ അടിച്ച് തിരിച്ച് ഈ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക. അപ്പോൾ ഇത് സെക്കൻഡ് കേസായിട്ട് സോൾവ് ചെയ്യണം. സെക്കൻഡ് കേസായിട്ട് സോൾവ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ലിസ്ണർ സോഴ്സ് ആയിട്ട് മാറും, എന്നിട്ട് കാറിൽ ഇരിക്കുന്ന ആൾ ലിസ്ണറായിട്ട് മാറും. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ സെക്കൻഡ് കേസിൽ നമ്മുടെ ലിസ്ണർ സോഴ്സായി. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ലിസ്ണർ ആരായിരിക്കും? ഈ കാറുകാരനായിരിക്കും. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ഫ്രീക്വൻസി എടുക്കുമ്പോൾ ഈ എഫ് ഡാഷ് വേണം എടുക്കാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് സൗണ്ട് ഇങ്ങനെ പോയി, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി എഫ് ഡാഷ് അല്ല, എഫ് ഡബിൾ ഡാഷ് ആണ്. അത് വേറെ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പം കാറുകാരൻ കേൾക്കുന്ന ഫ്രീക്വൻസി, ആ കാർ ഇരിക്കുന്ന ആൾ കേൾക്കുന്ന ഫ്രീക്വൻസി എഫ് ഡബിൾ ഡാഷ് ആണ്. ആ എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു വി മൈനസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ? അതിൽ എഫ് ഡാഷ് എന്തുവാ? എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലിസ്ണർ കേട്ട ഫ്രീക്വൻസിയാണ്. അയാളാണ് ഇപ്പോൾ റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ച സൗണ്ട് വിട്ടത്. അപ്പോൾ ഈ ലിസ്ണറെ ഇപ്പോൾ നമ്മൾ സോഴ്സ് ആയിട്ടൊക്കെ എടുക്കും. ക്ലിയർ അല്ലേ? ഈ എഫ് ഡബിൾ ഡാഷ് ഏതാ? എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ച് കേൾക്കുന്ന ഫ്രീക്വൻസിയാണ് ഏത്? എഫ് ഡബിൾ ഡാഷ്. ക്ലിയർ അല്ലേ? അപ്പോൾ എഫ് ഡബിൾ ഡാഷിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു, എഫ് ഡാഷിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എഫ് ഡാഷ്. എഫ് ഡാഷ് എത്രയാ? എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു അല്ലേ? അപ്പോൾ എഫ് ഡാഷിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 600 ഇൻറ്റു 330 ഡിവൈഡ് ബൈ 300 അല്ലേ? ഇൻറ്റു ബാക്കി ഈ വാല്യൂ പൊട്ടിയ വി മൈനസ് വി എസ് ഡിവൈഡ് ബൈ വി മൈനസ് വി എസ്. വി എത്ര? വി ഈസ് 330 മൈനസ്, ഇപ്പോൾ ലിസ്ണർ ആരാ? ഇപ്പോൾ ലിസ്ണർ കാറാണ് കേട്ടോ. ഇപ്പോൾ ലിസ്ണർ ആരാ? ഇപ്പോൾ സെക്കൻഡ് കേസിൽ ലിസ്ണർ കാറാണ് അല്ലേ? സൗണ്ട് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? സൗണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ്. ഇപ്പോൾ സെക്കൻഡ് കേസ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് കേസിൽ സൗണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ശരിയല്ലേ? കാര്യം മനസ്സിലായാലോ? റിഫ്ലക്ഷൻ കഴിഞ്ഞ സൗണ്ട് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അതാണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. എന്നാൽ ലിസ്ണർ ഇങ്ങോട്ടേക്കല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ, ലിസ്ണർ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ -30 ആണ്. അപ്പോൾ ഈ ഡയറക്ഷൻ നെഗറ്റീവ്. -30 എന്ന് വരും ഡിവൈഡഡ് ബൈ 330 മൈനസ് സോഴ്സ് ചെയ്ത സോഴ്സ് നമ്മുടെ ഇമാജിനറി ആദ്യത്തെ ലിസ്ണറാണ്. അതിൻ്റെ വെലോസിറ്റി നമ്മൾ 0 ആയിട്ട് എടുത്തത്. അപ്പോൾ -0 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ സോൾവ് ചെയ്ത് വന്നത് എന്തോ വരും? ഇവിടെ സോൾവ് ചെയ്യാം.
ഇത് സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഇത് 0 ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോൾ 600 ഇൻറ്റു 33 ഡിവൈഡ് ബൈ 30 ഇൻറ്റു ഇത് പ്ലസ് ആവത്തില്ല, അപ്പോൾ 360 ആകത്തില്ല, 360 ഡിവൈഡ് ബൈ 330 വരെ അല്ലേ. ഇത് 0 ക്യാൻസൽ ആയിപ്പോയി, 33 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്? ദാറ്റ് ഈസ് 600 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 36/30 അല്ലേ, 36/30 അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 12, ഇത് 10, ശരിയല്ലേ. 6 കൊണ്ട് ഡിവൈഡ് ബൈ 12/10 വരും. ദാറ്റ് ഈസ് 600 ഇൻറ്റു 12/10. ഇതൊരു 0 ക്യാൻസൽ ആയിപ്പോയി. 60 ഇൻറ്റു 12 എത്രയാണ്? 6 ഇൻറ്റു 12 72 അല്ലേ. അപ്പോൾ 72 പിന്നെ ഒരു 0, അപ്പോൾ 720. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഈ കാർ തിരിച്ച് കേൾക്കുന്ന ഫ്രീക്വൻസി എത്രയായിരിക്കും? 720 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഇത് കിട്ടി, ഓപ്ഷൻ 720 എന്ന് കിട്ടി. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ റിഫ്ലക്ഷനും എക്കോൻ്റെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ചെയ്യേണ്ടത് രണ്ട് കേസായിട്ട് സോൾവ് ചെയ്യാം. സൗണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്, പിന്നെ റിഫ്ലക്ഷൻ കഴിഞ്ഞ് സൗണ്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ എവിടെയാണോ നടക്കുന്നത് അവിടെ ഒരു ഇമാജിനറി ലിസണർ നമ്മൾ അസ്യൂം ചെയ്യണം. ഇപ്പോൾ സെക്കൻഡ് കേസിൽ അയാൾ ലിസണർ ആയിരിക്കും, എന്നിട്ട് ഫസ്റ്റ് കേസിൽ അയാൾ ലിസണർ ആയിരിക്കും. സെക്കൻഡ് കേസിൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഈ അസ്യൂം ചെയ്ത ലിസണർ നമ്മൾ സോഴ്സ് ആയിട്ട് വേണം എടുക്കാൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീറ്റ് 2015 ക്വസ്റ്റ്യൻ ആണ്. എ സോഴ്സ് ഓഫ് സൗണ്ട് എസ് എമിറ്റിംഗ് waves of frequency 100 Hz and an observer O are located at a distance from each other. The source is moving with a speed of 19.4 meter per second at an angle of 60 degree with the source observer line as shown in the figure. The observer is at rest. The apparent frequency observed by the observer is. Question എന്താ പറയുന്നത്? സോഴ്സും ഒബ്സർവർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോഴ്സ് എന്നിരിക്കട്ടെ. ഇതിവിടെയാണ് നമ്മുടെ സോഴ്സ് കേട്ടോ. ഇതാണ് നമ്മുടെ സോഴ്സ്, ഇത് നമ്മുടെ സോഴ്സ്, ഇത് നമ്മുടെ ഒബ്സർവർ. പക്ഷേ ഇപ്പോൾ സോഴ്സ് മൂവ് ചെയ്യുന്നത് ഒരു ആംഗിളിലാണ്. ഇപ്പോൾ സോഴ്സ് സ്ട്രെയിറ്റ് ആയിട്ടല്ല മൂവ് ചെയ്യുന്നത്. സോഴ്സിൻ്റെ വെലോസിറ്റിക്ക് ഒരു ആംഗിൾ ഉണ്ട് കേട്ടോ, ഈ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ തന്നിട്ടുണ്ട്, ദിസ് ഇസ് 60 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. VL ഇസ് ഈക്വൽ ടു ഒബ്സർവർ അല്ലെങ്കിൽ ലിസണറിൻ്റെ വെലോസിറ്റി 0 ആണ്. പിന്നെ വി എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. VS ഇസ് ഈക്വൽ ടു 19.4 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഡാഷ്, ഈ ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസി എഫ് ഡാഷ് എത്രയായിരിക്കും? ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ വെലോസിറ്റി സ്ട്രെയിറ്റ് അല്ലല്ലോ, വെലോസിറ്റി ഒരു ആംഗിളിലാണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ട് കോമ്പണൻ്റ് ആയിട്ട് തിരിക്കുക. എന്നിട്ട് സൗണ്ടിൻ്റെ ഡയറക്ഷനിൽ വരുന്ന കോമ്പണൻ്റ് മാത്രം നമ്മൾ എടുത്താൽ മതി. പെർപെൻഡിക്കുലർ വരുന്ന കോമ്പണൻ്റ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം മനസ്സിലായാലോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു വെലോസിറ്റി ആംഗിളിലാണ് പോകുന്നതെങ്കിൽ നമ്മളത് രണ്ട് കോമ്പണൻ്റ് ആയിട്ട് തിരിക്കണം. എന്നിട്ട് സൗണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്ന കോമ്പണൻ്റ് മാത്രം എടുത്താൽ മതി, പെർപെൻഡിക്കുലർ കോമ്പണൻ്റ് എടുക്കേണ്ട കാര്യമില്ല. കാര്യം മനസ്സിലായാലോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതേ സോഴ്സിൻ്റെ സ്പീഡ് ഇതാണല്ലോ, സോഴ്സിൻ്റെ വെലോസിറ്റി ഇതല്ലേ. അപ്പോൾ രണ്ട് കോമ്പണൻ്റ് ആയിട്ട് തിരിക്കും. ഇതൊരു കോമ്പണൻറ്റും പിന്നെ ഇതൊരു കോമ്പണൻ്റ് അല്ലേ. ഇതൊരു കോമ്പണൻറ്റ് പിന്നെ ഇതൊരു കോമ്പണൻറ്റ്, ശരിയല്ലേ. ഇതേത് കോമ്പണൻറ്റ്? ഇത് VS സൈൻ 60 ഡിഗ്രി അല്ലേ, ശരിയല്ലേ. പിന്നെ ഇതേതാ? ഇത് VS കോസ് 60 ഡിഗ്രി എന്ന് വരും. ഇനി സൗണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നമുക്കറിയാം. സൗണ്ടിൻ്റെ ഡയറക്ഷൻ ഇതല്ലേ, സോഴ്സിൽ നിന്ന് ഒബ്സർവർ അല്ലെ സോഴ്സിൽ ലിസണറിലേക്കാണ് സൗണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഏത് കോമ്പണൻറ്റ് എടുക്കും? ഈ കോമ്പണൻറ്റ് മാത്രം എടുത്താൽ മതി. കാര്യം മനസ്സിലായാലോ? ഈ വെലോസിറ്റിക്ക് നമ്മൾ രണ്ട് കോമ്പണൻറ്റ് എടുത്തു, ഇങ്ങനൊരു കോമ്പണൻറ്റ്, ഇങ്ങനൊരു കോമ്പണൻറ്റ്. ഏത് കോമ്പണൻറ്റ് എടുത്താൽ മതി? ഈ കോമ്പണൻറ്റ് മാത്രം എടുത്താൽ മതി. ക്ലിയർ അല്ലേ? കാരണം സൗണ്ട് അങ്ങോട്ടേക്കാണ്. അപ്പോൾ അതുമായിട്ട് അതേ ഡയറക്ഷനിൽ വരുന്ന ഓപ്പോസിറ്റോ പാരലൽ വരുന്ന വെലോസിറ്റി മാത്രം എടുത്താൽ മതി, പെർപെൻഡിക്കുലർ കോമ്പണൻറ്റ് എടുക്കണ്ട. ക്ലിയർ അല്ലേ? ബാക്കി ഇക്വേഷൻ സെയിം തന്നെ. അപ്പോൾ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു V minus VL ഡിവൈഡ് ബൈ V minus VS. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി എത്രയാണ് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി 100 അല്ലേ. അപ്പോൾ 100 ഇൻറ്റു വെലോസിറ്റി ഓഫ് സൗണ്ട് 330. അപ്പോൾ 330 മൈനസ് വെലോസിറ്റി ഓഫ് ലിസണർ തന്നിട്ടുണ്ട് 0 ആണ്. അപ്പോൾ 0 ഡിവൈഡ് ബൈ 330 മൈനസ് സോഴ്സിന് സൗണ്ട് എടുക്കുമ്പോൾ ഏത് കോമ്പണൻറ്റ് എടുത്താൽ മതി? ഈ പാരലൽ കോമ്പണൻറ്റ് മാത്രം എടുത്താൽ മതി. ക്ലിയർ ആണ്? പെർപെൻഡിക്കുലർ എടുക്കണ്ട. അത് എത്രയാണ്? VSൻ്റെ വാല്യൂ എത്രയാണ്? 19.4. അപ്പോൾ 14.4 ഇൻറ്റു കോസ് 60 എന്ന് പറയുമ്പോൾ 1/2 അല്ലേ. എത്ര വരും?
അപ്പോൾ 19.4/2 എന്ന് പറയുമ്പോൾ 9.7 അല്ലേ വരുന്നത്, 9.7. അപ്പോൾ 9.7 കത്തിയല്ലോ. അപ്പോൾ എത്ര വരും? 100 × 330 ഡിവൈഡ് ബൈ 330 മൈനസ് 9.7 എത്ര കിട്ടൂടാ? 330 മൈനസ് 10 ആണെങ്കിൽ 320. അതിലൊരു 0.3 കൂടി വരും. ഇപ്പോൾ 320 മൈനസ് 3 എന്ന് വരും. ശരിയല്ലേ? ഒരു അപ്രോക്സിമേറ്റ്ലി 320 എടുത്താൽ മതി. ഓക്കെ അല്ല, അപ്രോക്സിമേറ്റ്ലി ഒരു 320 എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ഇത് 0 ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോൾ ദാറ്റ് ഈസ് 100 × 33 ഡിവൈഡ് ബൈ 32. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 103 എന്ന് വരും. ഓക്കെ, കാൽക്കുലേഷൻ ആണ്, ബാക്കിയൊക്കെ ചെയ്താൽ മതി. 97 എന്തായാലും വരത്തില്ലല്ലോ. 97 വരത്തില്ല, 100ഉം വരത്തില്ല. എന്തായാലും 100-നേക്കാൾ അല്പം കൂടുതലായിരിക്കും. ശരിയല്ലേ? 100-നേക്കാൾ അല്പം കൂടുതലായിരിക്കില്ല, കാരണം ന്യൂമറേറ്റർ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഗ്രേറ്റർ ദാൻ 100 ആണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ എയും ഡി മാത്രമേ ഉള്ളൂ. അതിൽ എ വരെ പോകത്തില്ല, 106 വരത്തില്ല. അത്രയും വരെ ഡിഫറൻസ് ഉണ്ടാകത്തില്ല, കാരണം 33/32 എന്ന് പറയുമ്പോൾ 1 പോയിന്റ് സംതിങ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി സി ആൻസർ 103 ഹെർട്സ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A speeding motorcycle sees a traffic jam ahead him. He slows down to 36 km/h. He finds that traffic has eased and a car is moving ahead of him at 16 km/h. Is honking at a frequency of 1392 Hz. If the speed of the sound is 343 m/s, the frequency of the honk heard by him will be. ഓക്കെ, ഇപ്പം മോട്ടോർ സൈക്കിൾ കാരണം ഒരു കാറിൻ്റെ കഥയാണ് പറയുന്നത് അല്ലേ. ഒരു മോട്ടോർ സൈക്കിൾ, ഇത് നമ്മുടെ മോട്ടോർ സൈക്കിളാണെന്ന് ഇരിക്കട്ടെ. ദിസ് ഇസ് ദ മോട്ടോർ സൈക്കിൾ. അതിൻ്റെ ഫ്രണ്ടിൽ, അതിന് ഹെഡായിട്ടൊരു കാർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. രണ്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. മോട്ടോർ സൈക്കിളിൻ്റെ സ്പീഡ് എത്രയാണ്? 36 km/h. 36 km/h m/s ആക്കണ്ടേ. അപ്പോൾ 36 km/h മീറ്റർ ആക്കാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അറിയാലോ. അപ്പോൾ m/s കിട്ടും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 m/s എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് 10 m/s ആണ്. ഓക്കെ, ഇനി കാറിൻ്റെ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞാൽ, കാറിൻ്റെ സ്പീഡ് ഫ്രണ്ടിൽ ഇരിക്കുന്ന കാറിൻ്റെ സ്പീഡ് 18 km/h. അപ്പോൾ 18 km/h ആണെങ്കിൽ 18 × 5/18, 18 ഡിവൈഡ് ആയിപ്പോൾ ദാറ്റ് ഈസ് 5 m/s വരും. അപ്പോൾ km/h m/s ആക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. സോ കാറിൻ്റെ സ്പീഡ് നമുക്ക് 5 m/s കിട്ടി. ഇനി ഹോൺ അടിക്കുന്ന ആരാ? കാറാണ് ഹോൺ അടിക്കുന്നത് കേട്ടോ. കാറാണ് ഹോൺ അടിക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയാണ്? 1392 ഹെർട്സ്, 1392 ഹെർട്സ്. അങ്ങനെയാണെങ്കിൽ മോട്ടോർ സൈക്കിൾക്കാരൻ കേൾക്കുന്ന ഫ്രീക്വൻസി എത്രയാണ്? ഓക്കെ, അപ്പോൾ സോഴ്സ് ആരാ? അപ്പോൾ കാറാണ് നമ്മുടെ സോഴ്സ് കണ്ടോ. കാർ നമ്മുടെ സോഴ്സ്, ലിസ്ണർ നമ്മുടെ ബൈക്കർ മോട്ടോർ സൈക്കിൾക്കാരനാണ്. അപ്പോൾ സൗണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്ക് വരും. ഇതാണ് നമ്മൾ സൗണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടോ. സൗണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും സോഴ്സിൽ നിന്ന് ലിസ്ണറിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ സോഴ്സിൽ നിന്ന് ലിസ്ണറിലേക്ക്, അപ്പോൾ കാറിൽ നിന്ന് മോട്ടോർ സൈക്കിളിലേക്ക്, അങ്ങോട്ടേക്കാണ് എന്ത്? സൗണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അത് പോസിറ്റീവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയി പോകത്തില്ല. ഇതും നെഗറ്റീവ്, ഇതും നെഗറ്റീവ് ആയി പോകും. ശരിയല്ലേ? ഇക്വേഷൻ അത് വരും. എന്നിട്ട് F' is equal to F into V minus VL ഡിവൈഡ് ബൈ V minus VS എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ എല്ലാം കൂടി പ്ലസ് ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? F is 1392 അല്ലേ. 1392 ഇൻറ്റു വി എത്രയാണ്? വി സൗണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇസ് 343. അപ്പോൾ 343 പ്ലസ് വെലോസിറ്റി ഓഫ് ലിസ്ണർ എത്രയാണ്? 10 m/s. അപ്പോൾ 10 ഡിവൈഡ് ബൈ 343 പ്ലസ് 5. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 1392 ഇൻറ്റു ഇത് 353 എന്നാവത്തില്ലേ. 343 പ്ലസ് 353 ഡിവൈഡ് ബൈ 343 പ്ലസ് 5 348 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ എത്ര വരും ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ? ബാക്കി പിന്നെ കാൽക്കുലേഷനാണ്, ചെയ്താൽ മതി. എത്ര കിട്ടും? ഓപ്ഷൻസ് നോക്കിയേ. ഇത് ഓപ്ഷൻ എയും ബി എന്തായാലും വരത്തില്ലല്ലോ. ഓപ്ഷൻ എയും ബി എന്തായാലും വരത്തില്ല, കാരണം ന്യൂമറേറ്റർ വലുതാ അല്ലേ. ന്യൂമറേറ്റർ നല്ല വലുതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1392 എന്തായാലും വലുതാണ്. അപ്പോൾ ഓപ്ഷൻ എയും ബി എന്തായാലും വരത്തില്ല. ഇനി ഒന്നെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ വരത്തുള്ളൂ. ഓപ്ഷൻ ഡി വരുമോ? ഓപ്ഷൻ ഡി വരത്തില്ല, കാരണം ഇത് 1454 ആയിപ്പോൾ. എത്ര ഡിഫറൻസ് ഒന്നും വരത്തില്ല, കാരണം ഇത് 53 48
വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ വലുതായിരിക്കും, പക്ഷെ അത്രയ്ക്കും അങ്ങ് വലുതാകത്തില്ല, അത്രയും അങ്ങ് കൂടത്തില്ല. അപ്പോൾ ഉള്ളത് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി 1412 ഹേർട്സ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ബാക്കി കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അത് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? വീഡിയോ ലെന്ത് ചെയ്യും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ആ സൈൻ മാത്രം എങ്ങനെ പുട്ട് ചെയ്യുന്നത്, പോസിറ്റീവ് എങ്ങനെ നെഗറ്റീവ് എങ്ങനെ പുട്ട് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ. സൗണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക. സൗണ്ട് എപ്പോഴും സോഴ്സ് ചെയ്യുന്നത് ലിസ്ണറിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ താങ്ക് യു, ബൈ.